എടാ ഒന്ന് സൈഡിലോട്ടൊന്ന് ഒതുക്കിയാണോ സൈഡിലോട്ടൊന്ന് ഒതുക്കിയാണോ ഒരു കാര്യം പറയാനുണ്ട് ഒറ്റ സെക്കൻഡ് താര ഒരു സെക്കൻഡ് അതായിരുന്നു എടാ നമ്മള് പോണ കാര്യം വേറെ നിങ്ങൾ ഇപ്പൊ പറയാം വാ 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 പെണ്ണഞ്ഞു വേണ്ടി ചത്തു താര പോവല്ലേ എടാ താ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് എടാ എടാ മിഷൻ എടാ 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 ഒന്ന് വണ്ടി എടാ എടാ മരിച്ചതിന് ഫ്രണ്ടിലോട്ട് പോ മരിച്ച ഫ്രണ്ടിലോട്ട് പോ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എടാ നമ്മള് മിഷൻ എലി ചെയ്ത് ഓർമ്മണ്ട ബാബു ഇത് മിഷൻ താരയാണ് മനസ്സിലായില്ലേ അന്ന് നമ്മള് വണ്ടി ഇരുത്ത് റെഡിയാക്കിയില്ലേ ഇന്ന് നമ്മള് താരേനെ വണ്ടി ഇരുത്ത് റെഡിയാക്കുന്നു ഓക്കെ നീ കാണിക്കത്തുള്ളൂ ഇനി എനിക്ക് രണ്ടും പറയാതിരിക്കാൻ പറ്റും ഹലോ ആ പോട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് 1000 രൂപ നമൽ മുഹമ്മദ് ബ്രോ താങ്ക് യു ഫോർ ദ 5 മെമ്പർഷിപ്പ് എടാ ഇപ്പൊ വരാം ഇപ്പൊ വരാം ഒരു 5 മിനിറ്റ് എടാ ഒരു അർജന്റ് കാര്യം ഇപ്പൊ വരാം പറഞ്ഞ ചന്ദ്ര എന്താണ് വാസന വെച്ചുള്ള അഭിപ്രായം നല്ല അഭിപ്രായം ചന്ദ്ര നല്ല മനുഷ്യൻ അല്ലേ അത് എന്തിന്റെ ബേസിലാണത് പറഞ്ഞത് സ്നേഹമല്ലേ ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സിറ്റിയില് താരക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയാണ് അല്ല ഓപ്പൺ ആയിട്ടല്ലേ പറയാൻ പറ്റും ക്ലോസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട് ഏറ്റവും ഇഷ്ടം വാസന്നെ സരക്കണ്ണ അല്ലല്ല അങ്ങനെ രണ്ടുപേരും ഒരാളല്ലേ ഒരാളെ പറയാൻ പറ്റൂല രണ്ടുപേരും അല്ല എനിക്ക് ഫീൽ ആവത്തില്ല എനിക്ക് ഫീൽ ആവുന്ന മനസ്സിലുള്ള സത്യമായിട്ട് പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ വാസവണ്ണാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം അണ്ണാ എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല അണ്ണ അത് 3 ദിവസം കൊണ്ട് കിട്ടിയായിരുന്നോ അപ്പൊ കിട്ടി അതല്ലേ എന്റെ ഇത്രയും വർഷമായിട്ട് ഞാൻ ജനിച്ച ഇത്ര വർഷമായിട്ട് കിട്ടാത്ത സ്നേഹം ദിവസം കൊണ്ട് കിട്ടി എന്റെ പൊന്നെണ്ണ മീശോന്ന് പോലും ഇത്രയും പെട്ടെന്ന് സാധനം കിട്ടാറില്ല വല്ലാതെ ഡിസ്റ്റൻസ് പോയി 3 ദിവസത്തിലെ സാധനം അതും ചീപ്പ് റേറ്റിന് അണ്ടിയോർ എടുക്കുമ്പോഴാണ് അവന്റെ പുളി അറിയും അല്ല കുഴപ്പമില്ല അത് പോട്ടെ അപ്പൊ താരക്ക് വാസു പക്ഷെ ഇപ്പൊ ഒരു വാസുവിനെ പറ്റിയിട്ട് 3 നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് ഒരാളെ ഇഷ്ടപ്പെടാത്ത ഒരു 3 കാരണമെങ്കിലും പറയാൻ പറഞ്ഞ ഒരു 3 കാരണം എന്തിനു പറയും എന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബൽറാമിനെ എന്റെ ഉള്ളം കയ്യിൽ കൊണ്ട് വെച്ച് തരുമെന്ന് എന്നോട് വാസവണ്ണ അത് എനിക്ക് എത്രത്തോളം ഒരു സന്തോഷം തന്നു അത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ല നമ്മളും അത് പറഞ്ഞായിരുന്നു അത് നമ്മൾ പറഞ്ഞായിരുന്നു ആ കാരണം കൂട്ടാൻ പറ്റൂല ഉള്ളം കയ്യിലല്ല അത് നമ്മളും പറഞ്ഞല്ലോ അത് ആള് സിറ്റി വന്നു കഴിഞ്ഞാൽ പൊക്കാൻ നമ്മളും പറഞ്ഞല്ലോ പക്ഷെ വാസവണ്ണ എന്നെ അല്ലാതെ കണ്ട് പറഞ്ഞായിരുന്നു അല്ലാതെ കണ്ടു ബൽറാമിന്റെ കാര്യം സരക്കിനടുത്ത് എന്റെ അടുത്ത് നമ്മുടെ അടുത്ത് നീ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നറിയോ ആളെ പിടിക്കാൻ അതാണ് ഇവിടെ എന്തിനൊക്കെ അതൊന്നും ചോദിച്ചിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കാര്യം അറിയോ എന്നെ അവന്മാര് തട്ടിക്കൊണ്ടുപോയി ബൽറാമിന്റെ 2 ശിങ്കടികൾ വന്നിട്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്നിട്ട് ആരാണ് വസ്തുത അറിഞ്ഞത് എന്നിട്ട് നിങ്ങളും അറിഞ്ഞില്ലല്ലോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിന്നെ കൂടെ കൊണ്ടുവരണം എന്തിനാണ് നിന്റെ വിചാരം ഇന്ന് അടുത്ത വട്ടം തട്ടിക്കൊണ്ടു പോകുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയോണ്ടാണ് നമ്മളിപ്പോ കൂടെ കൊണ്ട് നടക്കുന്നത് തട്ടിക്കൊണ്ട് പോയല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇനി തട്ടിക്കൊണ്ട് പോയിരിക്കാനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം പറയട്ടെ നമ്മള് ഇച്ചിരി തിരക്കുള്ള ആൾക്കാരാണ് എന്നിട്ടും അതിന്റെ ഇടയിൽ നമ്മള് കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ നമ്മള് തിരക്കിയപ്പോഴത്തേക്ക് രണ്ടാമത് ഇനിയൊരു തട്ടിക്കൊണ്ട് അതിന്റെ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ താരെ കൂടെ കൊണ്ടുപോകുന്നത് ആണ് പക്ഷെ അല്ലേ പേടിക്കണ്ട ഇപ്പൊ നമ്മളിരിക്കുമ്പോ എന്തായാലും തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല നേരത്തെ കൊണ്ടുപോയത് ഇനി കൊണ്ടുപോയി അറിഞ്ഞത് ഒരു മിനിറ്റ് ഒന്ന് വണ്ടി എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്
അല്ല ഞാനേ ആ സൂര്യ അവിടെ എത്തിച്ചു കൊടുക്കാന്ന് വാക്ക് പറഞ്ഞു വേണം ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സൂര്യ? ഒറ്റ പറ്റ സാറൊക്കെ നീ അതായത് ഏത് സൂര്യ ഇവിടെ നമ്മള് മൂന്നൊരു ഒരു ഒരു പറഞ്ഞേ ഈ വാക്ക് നീ ആക്കാൻ കൊടുത്തത് ഞാൻ അവിടെ 3 പറഞ്ഞോ നീ ശരബത്ത് ആവണി പിന്നെ വേറൊരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ സർബത്തിന്റെ പറഞ്ഞു. സർബത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. എന്നെ വെയിറ്റ് ചെയ്ത് അവര് കുറെ നേരം നിൽക്കണം. അവർക്ക് ശോകം അടിക്കണം. അതാണ് ഈ പയ്യനെ കൊണ്ട് അവിടെ വിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് അതുവരെ അവൻ പൊക്കോളും, അവനെ ഞാൻ പറഞ്ഞു വിട്ടോളാം വഴി കൂടി. ബാബു നിന്നോട് ഞാൻ ചോദ്യം ചോദിക്കാം. ഞാൻ കൊറേ ആഴ്ചകൾക്ക് ശേഷം കമ്പയൊക്കെ ചുറ്റി വന്നു. വാസം ഉണ്ട് 5 മിനിറ്റ് കൊണ്ടു പറഞ്ഞ് എനിക്ക് വാക്ക് നിർത്തി പോയ ഓർമ്മണ്ട? ഏത് എന്നാ വണ്ടിക്കകത്ത് അടച്ചിട്ടിട്ട് സൂപ്പർ ഹീറോ ഇപ്പൊ ഇരുട്ടല്ലേ, സൂര്യൻ വന്നില്ലെന്നൊക്കെ പറയാ. ഭയങ്കര അവര് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ കേസ് ഉണ്ട്, കേസുള്ളതാണ്. ഒന്ന് അവനെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടാക്കി നമ്മുടെ ജോലി ഇരുന്നാണ്. ഇല്ല നീ അവിടെ എത്തുമ്പോഴത്തേക്ക് നിനക്ക് അവിടെ വരെ തുള്ളാൻ തോന്നും. നീ വേണ്ട, നമ്മളൊരു കാര്യത്തിന് പോവല്ലേ ബാബു. നീ ഇപ്പൊ ഇവിടെ താരയുടെ ലൈഫ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യത്തിന് ഇപ്പൊ നിനക്ക് വിലയില്ലേ? ഇത് കമ്മിറ്റിന്റെ മുന്നേ കമ്മിറ്റി നീ ഒന്നുമില്ലേ വാസുവിന്റെ പി അല്ലേ ആള്. അപ്പൊ അത്രയും നിനക്ക് ഇമ്പോർട്ടന്റ് അല്ലേ നിനക്ക്? സ്വന്തം തന്ത എവിടെ ഇരിപ്പുണ്ട് ചന്ദ്ര, അവരില്ലല്ലോ ഇത്ര വിഷമോ? നിനക്കെന്താ ഇത്ര വിഷമോ? നീ ആര് അവരെ തന്ത കളിക്കുന്നടാ കറി? ഞാനൊന്നുമല്ല, ഇത് നിന്റെ തന്നെ. നിനക്ക് ഇത്ര ഫീലിങ്സ് ഒന്നും ഇല്ല. ചന്ദ്ര നീ തന്ത ഇല്ലാതായതുകൊണ്ടാണ് നിന്റെ സ്വഭാവം ഇങ്ങനെ. അവൻ അങ്ങനെ ആവരുത്, അതുകൊണ്ടാണ് ചന്ദ്ര. അടി കൊള്ളുവേ നീ ചുമ്മാ ഇരി വണ്ടിയില്. അരമണിക്കൂർ കഴിഞ്ഞിട്ടത്തേക്ക് നമുക്ക് വേണേ പോവാം. അതുവരത്തേക്ക് ഇത് ലൈഫാണ് നമുക്ക് ഏറ്റവും ലൈഫല്ല. താര 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 പേര് പറപ്പോയത്. 11നും 11:30 ഇടയ്ക്കാണ് താരേനെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ എന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. അതിന്റെ ഇടയിൽ നമ്മള് 11:30 വരെ താരേനെ രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, മനസ്സിലായോ? ആ പിന്നല്ലാതെ പിന്നെ വെറുതെ ആണെന്ന് വിചാരിച്ച താര ഇതൊക്കെ. അല്ലാതെ മറ്റേ അണ്ടി ഫാക്ടറിയിൽ പി ആയിട്ട് ജോലി ചെയ്യാൻ 10 കോടി തരാന്ന് പറയുന്നതാണ് പ്രേമോന്നാണ്. പ്രേമോന്നല്ല, ഏതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്നാണ് വിചാരം. അണ്ണ അത് സംഭവില്ലേ ശരിക്കും എന്താന്ന് വെച്ചാ, അന്ന് ഞങ്ങള് ചെറുതായിട്ട് ഒന്ന് കൂടി, കുറച്ച് വാറ്റൊക്കെ അടിച്ചിട്ടൊന്ന് കൂടി. അതെന്റെ കുഴപ്പമാണ്. ഞാൻ വെള്ളം അടിച്ച് ആ വിഷമത്തി വിളിച്ച് പറഞ്ഞതാ. അപ്പൊ വാസവണ്ണം വന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് ചില്ലിയാടില് പോയിട്ട് ഞങ്ങള് മാറി കുറച്ച് സംസാരിച്ച് എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞു. വെള്ളം കൂടി അടിച്ചു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി. ഒത്തിരി കരഞ്ഞ് എന്താ അണ്ണൻ അറിയോ, ഞാൻ ഈ കാണുന്ന താരയല്ല. അല്ല എന്റെ ബോസായിട്ട് എന്റെ ഉള്ളൊക്കെ ഉരുകി ഉരുകി അൾസറായി. നിനക്കറിയോ? അൾസറിന്റെ രോഗമുണ്ടോ? വയറ്റിലൊക്കെ പോണ്ടോ? എനിക്ക് അൾസർ ഉണ്ടെന്ന് വയറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഒരു കുറവ് വന്നത് ആര് കാരണമെന്നറിയോ? വയറ്റിലൊക്കെ കുറഞ്ഞ ആര് കാരണം? തൂറ്റലെന്ന് വാർത്ത വരുന്ന കാരണമാണെന്നാണ്. അല്ലല്ല, അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടൽപുണ്ണ്. അൾസർ പറഞ്ഞത് വാസു വാറ്റൊഴിച്ചു വന്നപ്പോഴത്തേക്ക് അൾസർ മാറിയ. ഇല്ല, എന്നെ ഒന്ന് ഹഗ് ചെയ്തപ്പോ എന്റെ എല്ലാ വേദനകളും മാറി. ബാബു എന്തൊക്കെ അസുഖങ്ങളുണ്ട് എല്ലാം ഇപ്പൊ മാറ്റിയിട്ടേ പോകത്തുള്ളൂ നമ്മള്. ഇനി താരക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഈ സിറ്റിയിലെ ഏറ്റവും ഹെൽത്തിയസ്റ്റ് പേഴ്സൺ താരയാണ്. നമ്മള് 3 സഹോദരന്മാരെ പോലെ ഉണ്ട് ഇവിടെ. എത്ര ഹഗ് ഉള്ളവരും തരാം. എന്റെ പൊന്ന് താര ഒരു കാര്യം അറിയോ? ഈ കാര്യം അറിഞ്ഞിട്ട് അടുത്ത ഒരു മിനിറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാര്യം പറയാവേ. ഈ ആഴ്ച തൈക്കാട് ആശുപത്രി വിളിച്ചിരിക്കാൻ മുരളിയെ കെട്ടിപ്പിടിക്കാൻ ബാക്കിയുള്ളവരെല്ലാം ടിക്കറ്റ് വെച്ചിട്ട് എല്ലാവർക്കും കെട്ടിപ്പിടിച്ചിട്ട് OP ടിക്കറ്റ് വെച്ചിട്ട് മിക്ക ആയിരിക്കും OP ടിക്കറ്റ് സൈൻ ചെയ്തിരിക്കണേ. എന്റെ പൊന്നെ കൺവെൻഷനെല്ലാം പോയിട്ടുണ്ടാ? ഇല്ല. വയറിലുള്ള അൽസർ ഫ്രണ്ടിന്ന് കെട്ടിപ്പിടിച്ചേ. ഇനി അയ്യോ എന്തായാലും ഒറ്റ ഉത്തമ പരിഹാരം മുരളി, എത്രേ ഉള്ളൂ.
സ്കില്ല് കണ്ടുപിടിച്ച താരയാണ് കേട്ടോ. പേറ്റന്റ് ഒക്കെ എടുക്കണം കേട്ടോ ഇതിന്. സത്യം ആള് ഒരു വാസുവിന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യം പറയല്ലേ. അല്ല സരക്കണ്ണ, ഇത്രയും സ്ട്രെസ്സും ഇത്രയും ഡിപ്രഷനും ആയിരുന്നു എനിക്ക്. ആദ്യമായിട്ട് ഒരാൾ എന്നെ ഇത്രയും സ്നേഹത്തോടൊന്ന് കെട്ടിപ്പിടിക്കുന്നത്. എന്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല, അറിയോ? പിടിച്ചത് അമ്മ പോലും പിടിക്കാത്ത കത്തി. അങ്ങനല്ല, ഒരു അമ്മയുടെ വാത്സല്യം പോലും കിട്ടിയിട്ടില്ല സരക്കണ്ണ. അതിന് മുന്നേ കൊന്നു കളഞ്ഞില്ല. എനിക്കൊരു കഴിവുണ്ടല്ലോ സരക്കൊന്ന് കെട്ടിപ്പിടിച്ച് നോക്കിയാണ്. ഓ അല്ലേ, നോക്കട്ടെ അളെ, ഒരു കഴിവില്ല അളി ഇതിനെ കൊണ്ട്. സത്യം പറഞ്ഞ ഒരു പെണ്ണിന്റെ അസുഖം മാറ്റാനുള്ള ഒരു കഴിവും നിന്റെ കെട്ടിവിടുന്നതില്ല. ഉള്ള കാര്യം പറയാ ചന്ദ്ര. ബാബു അങ്ങനെ വൈദ്യല്ലോ. ചന്ദ്രനെ അങ്ങനെ കളിയാക്കൊന്നും ഒരാളല്ലേ. കഴിവ് രണ്ട് പലതരം കഴിവുകളുണ്ട്. അല്ല ഇതൊരു കഴിവില്ലാതുണ്ടായ മോനാണ്. ദത്തെടുത്തത് വേണമല്ലോ ആവാലോ. ദത്തെടുക്കുന്ന പിള്ളേർക്ക് കഴിവിന്റെ ആവശ്യമില്ല. ദത്തെടുത്താണ് ഉദ്ദേശിച്ചത്. അജ്ഞാത ടൈം അന്നങ്ങോട്ടേ എന്റെ പേരിലേക്കുള്ള $5 ഒക്കെ സൂപ്പർ ചീറ്റ് ചെയ്ത് എന്റെ പേര് സൂര്യ ബോസിനെ ഒന്ന് ഞാൻ വിളിച്ച പറഞ്ഞു വിടട്ടെ. പറഞ്ഞു വിട. നമ്മള് അരമണിക്കൂറിൽ എത്തുമെന്ന് പറ. 11:30 അങ്ങോട്ട് പോവാം. അപ്പത്തേക്ക് അപ്പം ഓക്കെ. അത് അപ്പൊ നമ്മള് ടോപ്പിക്കിൽ നിന്ന് വഴി മാറിപ്പോയി. ഓക്കെ നല്ല ആരും തരാത്ത സ്നേഹം വാസു താരക്ക് തന്നു ഒരു റീസൺ. അതിപ്പോ സ്നേഹം നമുക്ക് തരുന്നതായിട്ട് അഭിനയിക്കാം, അല്ലാതിരിക്കാം. മനസ്സിലായില്ലേ? അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു കാര്യം ഇവിടെ താരം, നമ്മൾ ഒരാളടുത്ത് ഇഷ്ടത്തിലാവണമെങ്കിൽ നമുക്ക് മിനിമം ആളായിട്ടൊരു ട്രസ്റ്റ് ബിൽഡായി വരാനുള്ള ഒരു ടൈം എടുക്കൂലേ? എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച, ഒരു 3 ആഴ്ച മിനിമം എടുക്കൂല. അറ്റ്ലീസ്റ്റ് എന്റെ ഏറ്റവും കുറഞ്ഞ സമയത്ത് 1 മാസമെങ്കിലും എടുക്കും. ഏറ്റവും കുറഞ്ഞത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചിരിക്കും. പക്ഷെ വാസുണ്ണൻ അങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം 4 കേസിനകത്ത് പിടിയിലായതാ. അപ്പം അല്ല ഇതൊക്കെ വേറെ ഈ സിറ്റിയിൽ ആർക്കും വരാത്ത കേസുകൾ ആർക്ക് മാത്രം വരുന്നത്? ഞാൻ പറയട്ടെ സരക്കണ്ണ, ആരൊക്കെയോ കാണാനില്ലെന്ന് പറഞ്ഞു. ഒന്നാമത്തെ എലി കാണാനില്ലെന്ന് പറഞ്ഞു. എലിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട്. എലിനെ കണ്ട. അതല്ല ഈ കേസുകളൊക്കെ ഈ കേസ് ഇത്ര സിറ്റിയിൽ നമ്മളുണ്ട്, ഞാനുണ്ട്, ചന്ദ്രനുണ്ട്, ബാബു ഉണ്ട്, ഇത്രയും പേരുണ്ട്. നമ്മളും എല്ലാം ഫുള്ള് എപ്പോഴും സിറ്റിയിൽ വരുന്നവരാണ്. ടിവിയിലുള്ളത് തന്നെയാണ് എല്ലാമാണ്. നമ്മളെന്ന പേരിൽ ഒരു പെണ്ണ് കേസും വരുന്നില്ലല്ലോ. വേറെ കേസുകളൊക്കെ നമുക്കും ഉണ്ട്. വെച്ചാൽ അടിപിടി പ്രശ്നത്തിന്റെ പേരിലും, മനസ്സിലായില്ലേ, പോലീസിന്റെ തല്ലിയതിന്റെ പേരില്, പോലീസിന്റെ വണ്ടി കട്ടതില്, കണ്ടവന്റെ കുടുക്ക് കട്ടതിന്റെ പേരിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ ഒരു പെണ്ണ് കേസ് നമ്മളാരെയും പേരിലില്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് വരുന്നത് പറ? അല്ലല്ല, നമുക്ക് ഇതൊന്നും പറയില്ല. ഇത് താര തന്നെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അണ്ണാ, അത് വേറൊന്നുമല്ല. ഈ വാസുണ്ണെ പോലെ ഉള്ള ഒരാൾക്ക് ഇഷ്ടം പോലെ ശത്രുക്കൾ ഉണ്ടാവില്ല. നിങ്ങളെക്കാട്ടില് ശത്രുക്കൾ ഉണ്ടാവും. കള്ളക്കേസ് പഠിച്ചുവിടുന്നേ അപ്പൊ ഞാൻ കാര്യം ചോദിക്കാം. ഓപ്പൺ ബുക്കല്ലേ? അതാ പ്രശ്നം. ഇത്രയും പേര് പഠിക്കുന്നുണ്ട്. അതില് ഒത്തിരി ആൾക്കാർ അധികം പഠിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വാസുവിന്റെ അനിയൻ. അതെ, ഞാൻ മലയിലെ പണിക്കാരൻ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ജയിൽമേറ്റ് ആയിരുന്നു. ജയിൽമേറ്റ് മനസ്സിലായില്ലേ? ജയിലിൽ വരെ കൂടെ ഉണ്ടായിരുന്നു. പരന്തുവാസുവിന്റെ ജയിൽമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെറുക്കന്റെ പേര് അറിയപ്പെടും. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു കാര്യം കേട്ടെ, താരത്തൊരു കാര്യം കേട്ടെ. താരം നമ്മള് കുറെ നാളായിട്ട് ഇങ്ങനെ നമ്മളെ കൂട്ടത്തിലുള്ളവരുടെ കാര്യം ഇപ്പൊ ചന്ദ്രന്റെ അലീനയുടെ കാര്യം എനിക്ക് നല്ലോണം എല്ലാം അറിയാം. ബാബുവിന്റെ ആവണിയുടെ ഇപ്പോഴത്തെ കേസ്, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹെയ്സലിന്റെ കേസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതേപോലെ വാസുവിന്റെ എല്ലാ കാര്യവും നമുക്ക് അറിയായിരിക്കുമല്ലോ. ഇവരെയൊക്കെ ആയിട്ടുള്ള വാസുവിന്റെ റിലേഷൻഷിപ്പ് നമുക്കറിയാം സത്യമാണെന്ന്. അപ്പൊ അതുള്ളതാണെന്ന് വിശ്വസിച്ചാ? അല്ല, അത് ചിലപ്പോ ഒരു സമയത്ത് സംഭവിച്ചു പോയി കാണും. ഒരു സമയത്തോ 5 ഒരു സമയത്ത് സംഭവിക്കുന്നതോ പ്രശ്നം? അതൊക്കെ പ്രായത്തിന്റെ പ്രായത്തിന്റെ ഓരോ അപ്പൊ ഞാൻ ഒരു കാര്യം, നാളെ താരേനെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താരക്ക് എന്ത് തോന്നും? പ്രായത്തിന്റെ കഴപ്പായിട്ട് കാണുമോ? 28 വയസ്സിലെ കഴപ്പായിട്ട് കാണാൻ പറ്റുമോ? 28ന്റെ കുത്തിക്കഴപ്പായിട്ട് അത് കാണുമോ? കാണോ? താര
ആണോ നമ്മൾ 23 തൊട്ടുള്ള കണ്ടോണ്ടിരിക്കുകയാണ്. സത്യം. അതെ നമ്മളൊരു 5 വർഷമായിട്ട് പല കുഴപ്പമായിട്ടുണ്ട്. അതെ അല്ല ബ്രെയിൻ വാഷ് അല്ല ഞാൻ ചോദിക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടൊരു റീസൺ ആണല്ലോ, അത്രേ ഉള്ളൂ. അല്ലെ ഞാൻ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്കപ്പ് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോ ഒരിക്കലും ഇതാക്കാൻ തോന്നില്ല. പക്ഷെ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. താരെ വന്നിട്ട് പറഞ്ഞതിൽ നമുക്ക് അധികം സംസാരിക്കാൻ പിന്നെ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സംസാരം മുടങ്ങും. ഇല്ല ഞാൻ എന്താ ഇന്നത്തോടുകൂടി ഞാൻ ഇനി ഇതാർത്തി ചോദിക്കില്ല. ആണോ കൂക്കുകളി കേൾക്കുന്നു കേട്ടോ, കാരണം വയറൂരി കളഞ്ഞു കേട്ടോ ബാബു ഇട്ടു മനസ്സിലായപ്പോ. വയറൂരി കളഞ്ഞു കേട്ടോ ചന്ദ്ര, വയറൂരി കളഞ്ഞു നമ്മള് പിടിച്ചോണ്ട്. കുഴപ്പമില്ല കൊള്ളാം കേട്ടോ, അത് കുഴപ്പമില്ല. വീണ്ടും കാണാം. ഓ ശരി ഗുഡ് മൂവ് ആയിരുന്നു. ഐക്യമാണ് കേട്ടോ. ആ വാസുവിന്റെ അതേ കള്ളത്തിന് മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ അവരുടെ ക്വാളിറ്റീസും വരുമല്ലോ. അതെ ക്വാളിറ്റീസ് അല്ല ഇതൊക്കെ, ക്വാളിറ്റീസ് അല്ല ഇതിനൊക്കെ ക്വാളിറ്റീസ് ആണോ പറയുന്നത്? അതൊക്കെ ക്വാളിറ്റി ആണ് എനിക്ക്. അപ്പൊ തുടങ്ങിയല്ലേ കള്ളം പറയുന്നത് ക്വാളിറ്റി ആണെന്ന് പറയണ. കത്തി ആള് കത്തിയടാ അത് പോയി. ഇവിടെ പറഞ്ഞു ആളുടെ വയറ് ചൂരിക്കളഞ്ഞു നമ്മള്. ആളെ പെട്ടില്ലേ ലാസ്റ്റ് ചോദ്യം ചോദിച്ചതോടെ ആള് വയറൂരി കളഞ്ഞു. അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ് ഇതേ സ്വഭാവം ആൾക്കെന്ന് പറഞ്ഞേട്ടാ. അതിപ്പോ നമ്മൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോ അവരുടെ ക്വാളിറ്റി കിട്ടുമല്ലോ അണ്ണാന്ന്. ഇതാണ് ക്വാളിറ്റി. സംഭവം അസ്ഥിക്ക് പിടിച്ചു. ഇത് 3 ദിവസത്തിലെ അസ്ഥിക്ക് പിടിച്ചോ, ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കേട്ടോ, 3 ദിവസത്തിൽ അസ്ഥിക്ക് പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ടോമേ പറ.